ബിഗ് ബോസ് വിന്നറായി വന്ന അനുമോളോട് മീഡിയ പ്രതിനിധിയായി വന്ന നെവിൻ്റെ ഒരു ചോദ്യം. പൂമരം പോലെ പൂത്തു നിൽക്കുന്ന ഒരു മരത്തിൻ്റെ കീഴിലാണല്ലോ താങ്കളുടെ ബെഡ്. അതൊരു ശവന്നാറി പൂവിൻ്റെ മരമാണെന്നും അത് മണക്കുമ്പം വല്ലാത്തൊരു സ്മെല്ലാണെന്നും ആണ് അറിയാൻ കഴിയുന്നത്. അവിടുത്തെ കണ്ടസ്റ്റൻറ്റും മറ്റെല്ലാവരും പറയുന്നത് ശവന്നാറി പൂവ് തൊട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചീഞ്ഞടിഞ്ഞ ഒരു നാറ്റമാണ്. കാണാൻ ഭയങ്കര ഭംഗിയുള്ളതാണ്, എന്നാലും അതിന് വല്ലാത്തൊരു സ്മെല്ലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ശവന്നാറി പൂവ് എന്നുള്ളൊരു പേരിൽ നിങ്ങൾ അവിടെ അറിയപ്പെട്ടതെന്ന് നെവിൻ ചോദിക്കുന്നു. ശവന്നാറി പൂ എന്ന് പറയുന്ന പൂവിനെ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇന്ന് വരെ ഞാനത് മണത്തിട്ടില്ല. അപ്പോൾ ആ പൂ മണക്കുന്നവർ ശവന്നാറികളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ശവന്നാറി പൂ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ ഇതുവരെ സ്മെല്ല് ചെയ്തിട്ടില്ല. എനിക്ക് ശരിക്കും ഇതിൻ്റെ മണം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അതിനെപ്പറ്റി എനിക്ക് നന്നായിട്ട് അറിയത്തില്ല. പക്ഷേ അതിനകത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, നെവിൻ കപ്രീഷിയ. അവൻ എന്നെ ഇടയ്ക്ക് അവിടെ ഇങ്ങനെ ട്രിഗർ ചെയ്യാറുണ്ട്, ശവന്നാറി എന്ന് പറയാറുണ്ട്. എലി ചത്ത സ്മെല്ല് എന്താണെന്ന് ചിലപ്പോൾ എനിക്ക് അറിയാൻ പറ്റും, പക്ഷേ ശവന്നാറി പൂവിൻ്റെ മണം എന്താണെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് എനിക്ക് അതിനൊരു മറുപടി തരാനില്ല എന്ന് അനുമോൾ പറയുന്നുണ്ട്. അങ്ങനെ അണ്ണാക്കിൽ കിട്ടിയെന്നൊക്കെ മലയാളത്തിൽ പറയുമല്ലോ. എനിക്കതിനെപ്പറ്റി അറിയത്തില്ല, പക്ഷേ അങ്ങനൊരു പദപ്രയോഗമാണ് നെവിൻ്റെ ഈ ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് അനുമോൾ നൽകിയിരിക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട് അനുമോൾ, സൂപ്പർ.